ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പം ഞാൻ 6 മാമ്പഴം ഇതുപോലെ തൊലി കളഞ്ഞ് ഒരു മൺപാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, അല്പം മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും അത് അവിടെ നിന്ന് വേട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പിന് വേണ്ടി അരമുറി തേങ്ങ ചിരകിയത്, 4 വെളുത്തുള്ളി, 4 ചുവന്നുള്ളി, ചെറിയ പീസ് ഇഞ്ചി, അല്പം ജീരകം, ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, അല്പം മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടി ചേർത്ത് മോര് ചേർത്താണ് നമ്മൾ ഇത് അരച്ചെടുക്കണം കേട്ടോ. ഇതാണ് ഈ കറിയുടെ രുചിയുടെ ടിപ്പ് ഇതാണ് കേട്ടോ. വെള്ളത്തിന് വരെ നമ്മൾ ഉടച്ച തൈര് ചേർത്താണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ മാമ്പഴം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടുള്ള അരപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. തിള വരാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ചൂടാക്കിയെടുക്കണം. ഈ സമയം ഇതിനകത്തേക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു താളിപ്പ് റെഡിയാക്കാം. കടുകും ഉലുവയും പൊട്ടതിന് ശേഷം വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരൽപ്പം കാശ്മീരി മുളക് പൊടി ചേർത്ത് നമുക്ക് കറിയിലേക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇവിടെ നമ്മുടെ അടിപൊളി മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നും പറയുന്നവർ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് താങ്ക് യു. ബൈ ബൈ.